ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം ശുഗോത്പത്തിയാണ് കേൾക്കാൻ പോണത് കേട്ടോ. പുത്രലാഭത്തിനായിട്ട് വ്യാസൻ അരണി കടയുന്ന കാര്യമാണല്ലോ നാം പറഞ്ഞു വന്നത്. അപ്പോ ഈ അപ്സരസ് എനിക്കൊത്തവളല്ല, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് വ്യാസൻ. അങ്ങനെ ഇരിക്കുന്ന വ്യാസനെ കണ്ടപ്പോൾ കൃതാജിക്ക് മനസ്സിൽ പേടി തോന്നുകയാണ്, ഈ മുനി ചിലപ്പോൾ എന്നെ ശപിച്ചേക്കും എന്ന്. അങ്ങനെ കൃതാജി ഒരു പെൺ തത്തയുടെ രൂപം സ്വീകരിച്ച് പെട്ടെന്ന് പാറിപ്പറന്നു പോയത്രേ. മനസ്സടക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ കൃതാജിയിൽ മോഹാവശനായിട്ട് തീരുകയാണ് ഈ ഋഷി. അങ്ങനെ അദ്ദേഹത്തിന്റെ രേതസ് തീയുണ്ടാക്കാൻ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അരണിയില് വീണു. അതറിയാതെ വ്യാസൻ വീണ്ടും അരണി കടയവേ വ്യാസനെ പോലെ അഴകാർന്ന ശുഗൻ അതിൽ നിന്നും ഭൂജാതനായി. ഹവിസർപ്പിക്കുമ്പോൾ ആളിക്കത്തുന്ന അഗ്നി പോലെ തേജസ്സുള്ളവനായിരുന്നു ത്രേ അദ്ദേഹത്തിന്റെ പുത്രൻ. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ശ്രീ ശിവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരദാനം എന്ന് മഹർഷിക്ക് മനസ്സിലാവുകയാണ്. അരണി ഗർഭസംജാതനായ ശുഗൻ ഒരു രണ്ടാം അഗ്നി എന്ന പോലെ പ്രശോഭിച്ചുത്രേ. പുത്രനെ ഗംഗയിൽ കുളിപ്പിച്ച് വരുമ്പോൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായെന്നും പറയുന്നു. പുത്രന്റെ ജാതകർമ്മ സമയത്ത് വാദ്യഘോഷവും അപ്സരസുകളുടെ നൃത്തവും ഒക്കെ ഉണ്ടായെന്നാണ് പറയണത്. നാരദൻ, വിശ്വവസു മുതലായിട്ടുള്ള ദിവ്യജനം ആഹ്ലാദിച്ചു. വിദ്യാധരന്മാരും ദേവന്മാരും ശ്രീശുകനെ സ്തുതിച്ചു അത്രേ. ആകാശത്തു നിന്നും കൃഷ്ണമൃഗത്തിന്റെ തോലും ദിവ്യ കമണ്ഡലവും കുഞ്ഞിന് വേണ്ടി താഴേക്ക് വന്നു വീണു എന്നും പറയുന്നു. അങ്ങനെ തേജസ്സുറ്റ ആ പുത്രനെ വ്യാസൻ വളർത്തി അവന്റെ ഉപനയനാദികള് നടത്തി. അതിഗൂഢമായ വേദരഹസ്യങ്ങൾ പോലും പിതാവിനെ പോലെ പുത്രനും പെട്ടെന്ന് തന്നെ വശമാക്കി എന്നാ പറയണത്. കൃതാജിയുടെ രൂപം കണ്ടുണ്ടായ പുത്രന് ശുഗൻ എന്ന നാമമാണ് മാമുനി നൽകിയത്. ബൃഹസ്പതിയെ ഗുരുവാക്കി ശുഗൻ വിധിപൂർവകമായ എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്ത് ഗുരുകുലത്തിൽ പഠനം നടത്തി. എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഗുരുദക്ഷിണയും കൊടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അച്ഛൻ വാത്സല്യപൂർവ്വം പുത്രനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെയാണ് ശുഗൻ വ്യാസനോടൊപ്പം താമസാക്കാൻ തീരുമാനിക്കുന്നത്. അവന് യോജിച്ച ഒരു വധുവിനെ പറ്റി വ്യാസൻ ഇടയ്ക്കൊക്കെ ആലോചിക്കുന്നുണ്ട്. ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിനക്കിനി ഒരു വേലിയൊക്കെ ആകാട്ടോ എന്ന് ശുഗനോട് പറയുകയാണ് വ്യാസൻ. നീ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിച്ചിട്ട് വേണം എനിക്ക് മോക്ഷം നേടി പോവാനായിട്ട്. പുത്രനില്ലാത്തവന് സദ്ഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നെ പോലെ ഒരു പുത്രനെ കിട്ടിയത്. അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മഹാബുദ്ധിമാനാണല്ലോ നീ. നിന്റെ പിതാവിന്റെ ഈ ആഗ്രഹം നീ സാധിച്ചു തന്നാലും എന്ന് പറയാണ്. ഇങ്ങനെ അതിസ്നേഹത്തോടെ ഉപദേശിച്ച പിതാവിനോട് ശുഗൻ പറയുകയാണ്, മഹാമതിയായ വേദവ്യാസനാണോ ഇതൊക്കെ പറയണത്? തത്വയുക്തികൾ കൊണ്ട് എന്നെ ശാസിക്കുകയാണെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ ശിരസ വഹിച്ചു കൊള്ളാം. 100 ആണ്ട് തപസ് ചെയ്താണ് നിന്നെ എനിക്ക് കിട്ടിയതെന്നും രാജാവിനോട് ചോദിച്ച് നിനക്ക് സമ്പത്ത് മേടിച്ചു തരാമെന്നും അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം കൈകൊണ്ട് നീ സുഖിയായി ജീവിച്ചു കൊള്ളുക എന്നും മുനി മകനോട് പറയാണ്. ഇതൊക്കെ കേട്ട് ശുഗൻ പറയാണ്, പിതാവേ, എന്താണ് സുഖം? ദുഃഖമില്ലാതെ സുഖം എവിടെന്നാണ് ഉണ്ടാവുക? അതിനെ സുഖമെന്ന് വിദ്വാൻമാര് പറയുവോ? ആത്മരാമനായ ഒരാൾക്ക് എങ്ങനെയാണ് പിതാവെ കേവലമായിട്ടുള്ള ക്ഷുദ്രസുഖത്തില് ആഗ്രഹം ഉണ്ടാവുക? കർമ്മമാർഗ പ്രധാനങ്ങളായിട്ടുള്ള വേദങ്ങൾ തന്നെയല്ലേ ഞാനും പഠിച്ചത്. അവയെല്ലാം ഹിംസമയമാണ്. എൻ്റെ ഗുരുവായ മഹാത്മാവും ആ അവിദ്യയിൽ ആണ്ടുമുങ്ങിയിരിക്കുന്നു. ഞാൻ മോക്ഷത്തെയാണ് പിതാവെ ഇച്ഛിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാര സാഗരത്തിൽ വീണുടലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളാണല്ലോ ഞാൻ. എനിക്ക് വിഷയസുഖത്തിൽ ആകൃഷ്ടനാവാനായിട്ട് തോന്നണില്ല. സാധാരണ മൃഗങ്ങളാണ് അങ്ങനെയൊക്കെ വിഷയസുഖങ്ങളിൽ ആകൃഷ്ടരാവുക. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയാണ് ശുഗന് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വ്യാസം പറയാണ്, ഗൃഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബന്ധനാലയല്ല. എല്ലാം മനസ്സിലാണുള്ളത്. ഗൃഹസ്ഥനായിട്ട് മാറുന്നതും മുക്തനായിട്ട് മാറുന്നതും ഒക്കെ നമ്മുടെ മനസ്സിന്റെ നിലയനുസരിച്ചിട്ടാണ്. എപ്പോഴും ന്യായമായ മാർഗത്തിൽ സമ്പത്താർജിച്ചും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ അനുഷ്ഠിച്ചും വേദോക്ത പ്രകാരം ജീവിച്ചും സത്യവാനായി കഴിഞ്ഞും ഗൃഹസ്ഥനായ ഒരാൾക്ക് മുക്തി എപ്പോഴും സാധ്യം തന്നെയാണ്.
മറ്റുള്ള ആശ്രമക്കാർ, ഇപ്പം ബ്രഹ്മചാരി ആയിക്കോട്ടെ, വാനപ്രസ്ഥനായിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, അവരെല്ലാം ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്നത് ഗൃഹസ്ഥരെയാണ്. അന്നദാനം, സത്യവചനം, ധർമ്മിഷ്ഠ എന്നിവയാണ് നല്ല ഗൃഹസ്ഥന്റെ ലക്ഷണങ്ങൾ. ഗൃഹസ്ഥധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു ധർമ്മവും ഇല്ല പുത്ര എന്ന് പറഞ്ഞു കൊടുക്കാണ്. വസിഷ്ഠൻ മുതലായിട്ടുള്ള മഹാമുനിമാരെ ഗൃഹസ്ഥന്മാരായിരുന്നല്ലോ. വേദോക്തം ആചരിക്കുന്നവർക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. മുക്തി, സ്വർഗം, സജ്ജന്മം എന്ന് വേണ്ട എന്ത് വേണമെങ്കിലും അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആശ്രമധർമ്മം ഓരോന്നായി ക്രമാനുസരിച്ചിട്ട് ഏറ്റെടുക്കുക എന്നതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ നീ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ദേവന്മാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്ത് സുപുത്രനെ ജനിപ്പിച്ച് കാലമാകുമ്പോൾ വാനപ്രസ്ഥം സ്വീകരിക്കുക. അതിനുശേഷം സന്യാസവും ആവാം എന്ന് പറയാണ്. മഹാഭാഗ, ഇന്ദ്രിയങ്ങൾ 5 നമ്മളെ മതിപ്പിക്കുന്നതാണ്. ഭാര്യയില്ലാത്തവന് അവ ദുരന്തങ്ങളെ തരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്ന് പറയാണ്. മഹർഷി വിശ്വാമിത്രൻ 3000 കൊല്ലം ജിതേന്ദ്രിയനായിട്ട് തപസ്സിരുന്നു. എന്നിട്ടോ മേനകയെ കണ്ടതും ആ വീര്യമെല്ലാം അദ്ദേഹത്തിന് പോയില്ലേ? ആ ബന്ധനത്തിലാണ് ശകുന്തള ജനിച്ചത്. എൻ്റെ പിതാവ് പരാശരനും അതുപോലെ മത്സ്യകന്യകയെ കണ്ട് മോഹിച്ചിട്ടാണ് ഞാൻ ജനിച്ചത് എന്ന് വേണ്ട എല്ലാ സന്യാസിമാർക്കും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഹിതകരമായിട്ടുള്ള വാക്കുകൾ നീ അനുസരിക്കേണ്ടതാണ്. നല്ലൊരു കുലത്തിൽ പിറന്ന ഒരുവളെ നീ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്ന് ശ്രീശുഖന്റെ അടുത്ത് വാശി പിടിക്കുകയാണ് വേദവ്യാസൻ. അടുത്തതിൽ ശുഖവൈരാഗ്യാണ് പറയുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.